ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിലെത്തി മഹാകുംഭമേളയിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ കൂടെ പ്രധാനമന്ത്രി എത്തില്ലായിരുന്നു എന്നാണ് പല മാധ്യമങ്ങളും പറഞ്ഞ് പടർത്തിയിരുന്നത്. എന്നാൽ അത് പാടെ തെറ്റിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥിൻ്റെ കൂടെ ഒരേ ബോട്ടിലാണ് നരേന്ദ്രമോദി സഞ്ചരിച്ചത് എന്നുള്ളതാണ്. യോഗിയുമായി ധാരാളം നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനുള്ള മറുപടി ഞാൻ വഴിയെ പറയാം. എന്തായാലും മോദി മഹാകുംഭമേള സന്ദർശിച്ചു, പുണ്യസ്നാനവും നടത്തി. ഇതിനുശേഷം ഗംഗാ മാതാവിനെ ആരാധിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സംഘത്തിൽ കുളി കഴിഞ്ഞ ഉടനെ പ്രയാഗ്രാജ് നരേന്ദ്രമോദി വിട്ടുവെന്നും നരേന്ദ്രമോദിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല എന്നുമാണ് മാധ്യമങ്ങൾ പലതും പറയുന്നത്. ശ്രീ ബഡേ ഹനുമാൻജിയെയും അക്ഷയവത്തിനെയും സരസ്വതിയെയും അദ്ദേഹം നന്നായി ദർശിച്ചില്ല. അദ്ദേഹം തൻ്റെ യാത്രയ്ക്കുടനീളം, അതായത് പ്രയാഗ്രാജിൽ വന്ന യാത്രയ്ക്കുടനീളം വളരെയധികം ദുഃഖിതനായും ഗൗരവമുള്ള വ്യക്തിയുമായും കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ദുഃഖബോധം വ്യക്തമായി കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ഗംഗ, യമുന എന്നിവയുടെ സംഗമസ്ഥാനത്തും സംഗമത്തിലെ അദൃശ്യ സംഗമത്തിലും ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുണ്യസ്നാനം നടത്തി. ആചാരപ്രകാരം അദ്ദേഹം ഗംഗാമാതാവിനെ ആരാധിച്ച് വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതിനിടയിൽ പ്രധാനമന്ത്രി മോദി ഷോഡശോപചാര രീതി ഉപയോഗിച്ച് ഭാഗീരഥിയെ ആരാധിക്കുകയും പാലും പൂക്കളും ഉൾപ്പെടെയുള്ള നൈവേദ്യം അർപ്പിക്കുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇവർ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി മോദിക്ക് 1 മണിക്കൂറോളം സംഗമ പ്രദേശത്ത് തങ്ങേണ്ടി വന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബഡേ ഹനുമാൻ ക്ഷേത്രം, അക്ഷയവത്ത്, സരസ്വതി കിണർ എന്നിവിടങ്ങളിലെ ദർശനവും അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സംഗമത്തിൽ കുളിച്ച് ഗംഗാമാതാവിനെ ആരാധിച്ച ശേഷം പ്രധാനമന്ത്രി അവിടെ നിന്ന് തന്നെ മടങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി തങ്ങളുടെ അടുത്ത വൃത്തങ്ങളോട് സൂചിപ്പിച്ചത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു. കാരണം വേറൊന്നുമല്ല, സംഗം ന്യൂസിൽ മൗനി അമാവാസി ദിനത്തിൽ പ്രധാനമന്ത്രി കുളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഏതാനും ദൂരം മാറിയാണ് അവിടെ വലിയ അപകടമുണ്ടായത്. 30 പേർ മരിക്കുകയും 60 പേർ അവിടെ പരിക്കേൽക്കുകയും ചെയ്തത്. ഇത് പ്രധാനമന്ത്രിയുടെ മനസ്സിനെ വളരെ ദുഃഖത്തിലാഴ്ത്തി എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെയധികം വിഷണ്ണനായി കാണപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്നും മടങ്ങിയത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.